പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതി ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. ഈ മാസം 21-നകം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായ മറുപടി ഈ വിഷയത്തിൽ നൽകണം. ഇപ്പോൾ സുപ്രീം കോടതിയിലുള്ളത് അവധിക്കാല ബെഞ്ചാണ്. അപ്പോൾ ഈ വിഷയം ഇനി വളരെ വിശദമായി പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കേസ് 28ലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രധാനമായും 11 ആവശ്യങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ആവശ്യം ആധാർ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് എല്ലാത്തിനും പ്രഥമ രേഖയായി കണക്കാക്കുന്നത് ആധാറാണിപ്പോൾ. അപ്പോൾ എന്തുകൊണ്ട് ഈ ആധാർ പരിഗണിക്കുന്നില്ല എന്ന് തന്നെയാണ് കോടതിയും ഇന്ന് ചോദിച്ചത്. അതിന് ആധാർ പരിഗണിക്കാം എന്നൊരു മറുപടി നൽകിയിട്ടുണ്ട് കേന്ദ്രം. എന്നാൽ റേഷൻ കാർഡൊന്നും പരിഗണിക്കാൻ കഴിയില്ല എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി അറിയിച്ചു. നിലവിൽ സ്റ്റേ അടക്കമുള്ള കാര്യങ്ങളിലേക്കൊന്നും കോടതി കടന്നിട്ടില്ല. ആദ്യം ഇന്ന് കോടതിയിൽ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ചേരുന്നു നമുക്കൊപ്പം. ശരത്ത്, ഇന്ന് കോടതിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? വിശദമായി പറയാം. സേതുലക്ഷ്മി, ഇന്ന് കോടതിയിൽ വളരെ വിശദമായ വാദം നടന്നു. രാവിലെയും അതിനുശേഷം ഉച്ചയ്ക്കും. കാരണം RJDക്ക് വേണ്ടിയും കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും വേണ്ടി ഹാജരായ കപിൽ സിബലും അതേപോലെ മനു അഭിഷേക് സിംഗുമാണ് പ്രതിപക്ഷത്തിന് വേണ്ടി വാദം നടത്തിയത്. കാരണം ഇത്രയും കുറഞ്ഞ സമയത്തിൽ ഇത്രയും തിടുക്കപ്പെട്ട് ഇത്തരം ഒരു പുനഃക്രമി അതിവേഗത്തിൽ ഇത്തരം ഒരു വോട്ടർ പട്ടിക പരിശോധനയുടെ ആവശ്യകതയെ കുറിച്ചാണ് ചോദിച്ചത്. അതുപോലെ തന്നെ ഈ മാതാപിതാക്കളുടെ ജനന സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരിശോധിക്കാൻ കഴിയില്ല എന്നും ഉള്ള വാദമാണ് പൂർണ്ണമായി ഈ പ്രതിപക്ഷ അഭിഭാഷകർ ഉന്നയിച്ചത്. കോടതി ഒരു വേള ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ വിശദീകരണങ്ങൾക്കൊപ്പം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കോടതി 3 ചോദ്യങ്ങളാണ് പ്രധാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭിഭാഷകനോട് ചോദിച്ചത്. എന്തുകൊണ്ടാണ് ഇത്ര തിരക്കപ്പെട്ട് ഇത്തരം ഒരു നടപടിക്ക് ഒരുങ്ങിയിരിക്കുന്നത്? 2, ഈ കുറഞ്ഞ കാലയളവിൽ ഇത് എങ്ങനെ പൂർത്തിയാക്കും? 3, ആധാറും മറ്റു രേഖകളും എന്തുകൊണ്ട് അടിസ്ഥാന രേഖയുമായി പരിഗണിച്ചുകൂടാ? ഈ 3നെ സംബന്ധിച്ച ഉള്ള എതിർവാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിഭാഷകൻ പറഞ്ഞത് ആധാർ അടിസ്ഥാന രേഖയായി പൗരത്വ രേഖയെ പരിഗണിക്കാൻ കഴിയില്ല. നേരത്തെ ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി തന്നെ ആധാറിനെ സംബന്ധിച്ച വിശദമായ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയുണ്ട്. അതുകൊണ്ട് തന്നെ അടിസ്ഥാന അല്ലെങ്കിൽ പൗരത്വ രേഖയായി പരിഗണിക്കാൻ കഴിയില്ല. അതുപോലെ റേഷൻ കടകളിൽ നിന്നുള്ള അല്ലെങ്കിൽ റേഷൻ കാർഡ്, വോട്ടർ ID ഇതൊക്കെ പരിഗണിക്കാൻ കഴിയില്ല. പിന്നെ ഇത്രയും പെട്ടെന്നല്ല, 2003 നിലച്ചുപോയ ഒരു ശുദ്ധീകരണമാണ് ഇപ്പോൾ നടത്തുന്നൊരു വാദമാണ് വെച്ചത്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ബീഹാറിലെ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ അവതാളത്തിലാകുമെന്നും കമ്മീഷൻ അഭിഭാഷകൻ പറഞ്ഞു. സുപ്രീം കോടതി അതിന് വ്യക്തമായി ചോദിച്ചത് എന്തുകൊണ്ട് ആധാർ എടുത്തുകൂടാ? ആധാർ എടുക്കാനുള്ള ആധാറും അല്ലെങ്കിൽ പൗരത്വം എന്നതൊക്കെ എന്തിനാണ് ഇതിലേക്ക് കടന്നു വരുന്നത്? പൗരത്വ പ്രശ്നം തീരുമാനിക്കാനോ അല്ലെ പൗരത്വം അല്ലെ ഇന്ത്യൻ പൗരൻ ആരാണ് എന്ന് തീരുമാനിക്കുന്ന അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അത് തീരുമാനിക്കുള്ള ഏക അധികാരമുള്ളത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനാണെന്നും ഭരണഘടന അനുസരിച്ച് കോടതി വിശദീകരിച്ചു. തുടർന്ന് ആധാർ പരിഗണിക്കാൻ തയ്യാറാണ് എന്ന് കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകൻ സമ്മതിച്ചത്. അതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ SIR മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഏതുവരെ ഈ SIR നടപ്പിലാക്കി എന്ന വിശദമായ രേഖ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു. ഈ 21-ന് ഇത് സംബന്ധിച്ച പൂർണ്ണ രേഖകൾ സമർപ്പിക്കണം. അതുപോലെ തന്നെ ഇനി എത്ര വോട്ട് ഒഴിവാക്കിയിട്ടുണ്ട് തുടങ്ങിയ കണക്കുകൾ സംബന്ധിച്ചും കൂടുതൽ രേഖകൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതും സമർപ്പിക്കണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നിർദ്ദേശിച്ചത്. ജൂലൈ 28-ന് വിശദമായ വാദം കേൾക്കണം. കാരണം ഇത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട സംഭവമാണ് ശ്രീലക്ഷ്മി. അതുകൊണ്ട് തന്നെ വിശദമായ വാദം വേണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഫുൾ ബെഞ്ചിൽ തന്നെ ഇത് സംബന്ധിച്ച വാദം തുടരും 28-ന് എന്നാണ് നമുക്ക് കോടതിയുടെ ഉത്തരവിൽ നിന്ന് വ്യക്തമാവുന്നത് ശ്രീലക്ഷ്മി. ഓക്കെ ശരത്, ശരി. ഇപ്പോൾ സുപ്രീം കോടതിയിലുള്ളത് അവധിക്കാല ബെഞ്ചാണ്. അപ്പോൾ ഈ ഒരു വിഷയം നമുക്കറിയാം, അത് വളരെ വലിയ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശദമായ വാദം ഇതിന് ആവശ്യമുണ്ട് എന്ന നിരീക്ഷണത്തോടു കൂടിയാണ് കോടതി ഇന്ന് ആ കേസ് മാറ്റിയത്.